ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി എഗ്ഗൊക്കെ കിട്ടി. സോ ഇന്ന് നമ്മൾ ഈസ്റ്റർ ഡേ ആണ്. സോ ഹാപ്പി ഈസ്റ്റർ എവരിബഡി. സോ ഇന്ന് നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. സോ നമ്മൾ വീട്ടിലെത്തി, കസിൻ്റെ വീട്ടിലെത്തി. സോ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ബൈ. രാവിലെ തന്നെ നമ്മൾ ചൂട് പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു. പിന്നെ അപ്പവും ബീഫ് കറിയും സർലാസും കഴിച്ചു. അത് കഴിഞ്ഞാൽ ചൂട് കപ്പയിറച്ചിയും സർലാസും കഴിച്ചു. പിന്നെ 2 പീസ് തന്തൂരി ചിക്കനും സർലാസും ഒക്കെ കൂട്ടി കഴിച്ചു. പിന്നെ അതിന്റെ കൂടെ തന്നെ കട്ടൻ ചായ കുടിച്ചു. പിന്നെ ലാസ്റ്റ് ഡെസേർട്ടിനായിട്ട് മാംഗോസ് കഴിച്ചു. ഓക്കെ, ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്നാണ് ഓർത്തത്. പക്ഷേ ഞാൻ ആക്ച്വലി അധികം ഫുഡുകളല്ലാതെ വേറെ ഒന്നും അധികം എടുത്തിട്ടില്ല. ഓക്കെ, നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് ലഞ്ച് കഴിച്ചത്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ അത് കൂടാതെ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സലാസും അച്ചാറും പപ്പടവും കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലഞ്ചായിരുന്നു നമുക്ക് ഈസ്റ്ററിൻ്റെ അന്ന് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അമ്മ വീട്ടിലേക്കാണ്. നമ്മളിപ്രാവശ്യം ഓട്ടോയിലാണ് അമ്മ വീട്ടിലേക്ക് പോയത്. അമ്മ വീട്ടിലിരുന്ന് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ വഴി കൂടെ പോണതൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു. അതൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പച്ച ലേസും കൂടെ കഴിച്ചു. പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ആവാറായപ്പം ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചു. ഈ ഷെയ്ക്കിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. രാത്രി ആയപ്പം നല്ല ചൂട് കള്ളപ്പവും ബീഫ് കറിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ.